ഇതാണ് ഉൽക്ക. ഇതാണ് വാൽനക്ഷത്രം. എന്താണ് വ്യത്യാസം? ഉൽക്കകൾ പാറയും ലോഹങ്ങളും ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വാൽനക്ഷത്രങ്ങൾ ഐസ്, ഡസ്റ്റ് പാർട്ടിക്കിളുകൾ, പാറകൾ എന്നിവ ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഉൽക്കകൾ കൂടുതലായും ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് കാണപ്പെടുന്നത്. വാൽനക്ഷത്രങ്ങൾ കൂടുതലായും സൗരയൂഥത്തിന്റെ പുറത്തുനിന്നാണ് വരുന്നത്. ഇതാണ് പ്ലാനറ്റ്. ഇതാണ് മൂൺ. എന്താണ് വ്യത്യാസം? ഒരു പ്ലാനറ്റ് അതിന്റെ സൂര്യനെയാണ് പരിക്രമണം ചെയ്യുന്നത്. മൂൺ ഒരു പ്ലാനറ്റിനെയാണ് പരിക്രമണം ചെയ്യുന്നത്. പ്ലാനറ്റുകൾക്ക് സാധാരണ വലുപ്പം കൂടുതലായിരിക്കും. മൂണിന് പ്ലാനറ്റിനേക്കാൾ വലുപ്പം സാധാരണ കുറവായിരിക്കും. എർത്ത് സൗരയൂഥത്തിലെ ഒരു പ്ലാനറ്റാണ്. മൂൺ ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹമാണ്. ഇതാണ് ആസ്ട്രോണോമർ. ഇതാണ് ആസ്ട്രോനോട്ട്. എന്താണ് വ്യത്യാസം? ആസ്ട്രോണോമർ ബഹിരാകാശത്തെയും അതിലെ വസ്തുക്കളെയും പഠിക്കുന്ന വ്യക്തിയാണ്. ആസ്ട്രോനോട്ട് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ആസ്ട്രോണോമർമാർ സാധാരണ ഭൂമിയിൽ നിന്നാണ് ഗവേഷണം നടത്തുന്നത്. ആസ്ട്രോനോട്ടുകൾ ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നു. ആസ്ട്രോണോമർമാർ ടെലിസ്കോപ്പുകളും ശാസ്ത്രീയ വിവരങ്ങളും ഉപയോഗിച്ചാണ് പഠനം നടത്തുന്നത്. ആസ്ട്രോനോട്ടുകൾ ബഹിരാകാശത്ത് നേരിട്ട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നു. ഇതാണ് ചന്ദ്രഗ്രഹണം. ഇതാണ് സൂര്യഗ്രഹണം. എന്താണ് വ്യത്യാസം? ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോഴാണ്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോഴാണ്. ചന്ദ്രഗ്രഹണത്തിൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കും. സൂര്യഗ്രഹണത്തിൽ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കും.